ഹലോ എവരി വൺ, അസ്സാം വലൈക്കും, ഗുഡ് മോർണിംഗ്, ഗേറ്റ് ആമിഷ്യ. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിൽ ഒരുപാട് വ്യക്തികൾ പറയാറുണ്ട്, ഞാൻ ഒരുപാട് കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകാറുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് വരുന്നത്? എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർക്കാറുണ്ടാവും. എൻ്റെ ലൈഫിൽ എനിക്കത് സംഭവിച്ചില്ലേ, എനിക്ക് നല്ലൊരു ജോലി പോയില്ലേ, എൻ്റെ ഫാമിലി പോയില്ലേ, എൻ്റെ ഫ്രണ്ട്സ് പോയില്ലേ, എനിക്കാരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് നമ്മൾ എപ്പോഴും കൊടുക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു സംഭവം നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കും. നമ്മൾ അവിടുന്ന് ഒരിക്കലും അത് ഹീൽ ചെയ്തിട്ട് പോകൂല. അത് അവിടെ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു കാര്യത്തിലേക്കും പോകുന്ന സമയത്ത് നമ്മൾക്കൊന്നിലും താല്പര്യപ്പെടാത്തത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മളെ കസിൻസ് നമ്മളിങ്ങനെ വിളിക്കടാ, ഒന്ന് പുറത്തേക്കൊന്ന് പോയാലോ. അപ്പം നമ്മൾ ഞാൻ വരുന്നില്ല, നിങ്ങളെല്ലാവരും പോയിക്കോ. അപ്പം പറയും, എന്തിട്ടാണ് വരാത്തത്? എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ഇറങ്ങാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണ്? നമ്മളുള്ളിൽ ആ ഒരു പഴയ കാര്യത്തെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും. എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയില്ലേ, എനിക്കെല്ലാം നഷ്ടമായില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുമല്ലേ. ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എവിടെയും എത്താത്തത്. നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു കാര്യത്തെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണം. അല്ലാതെ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് ഓർത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഇനി സംഭവിക്കില്ല. കഴിഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന നല്ലത് എന്താണോ, ഇനി വരാനിരിക്കുന്ന ഭാവി എന്താണോ, അത് നിങ്ങൾ ഓർത്ത് അതിന് വേണ്ടിക്ക് രാവും പകലും എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ട് അതിന് വേണ്ടിക്ക് നിങ്ങൾ റിസൾട്ട് കാണിക്കണം. ആരെന്തും നിങ്ങളെ പറഞ്ഞോട്ടെ, ആരെന്തും നിങ്ങളെ എന്തും വിചാരിച്ചോട്ടെ, പക്ഷേ നമ്മളെ ഉള്ളിൽ നമ്മൾക്കൊരു തീരുമാനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുള്ളിൽ നമുക്കൊരു എഫേർട്ട് ഉണ്ടെങ്കിൽ, നമുക്ക് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് കഷ്ടപ്പെട്ടേ പറ്റും. കഴിഞ്ഞ കാര്യങ്ങളിൽ പോയി അത് വിട്ട് കളയും. ഇനി എൻ്റെ ഉള്ളിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ പിന്നാലെ പോയി അതിന് നിങ്ങൾ റിസൾട്ട് കാണിക്കാം. ഓക്കെ, റിസൾട്ടാണ് നമ്മൾക്ക് വേണ്ടത്. ഇറ്റ്സ് മീ ഗേറ്റ് ആമി ടോക്ക്. താങ്ക് യു സോ മച്ച്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീം മെമ്പേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ബൈ.